ഇന്ന് ഈസ്റ്റർ സൺഡേ ആണല്ലോ. ഞാനതിനെ റിസറക്ഷൻ ഡേ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടും യേശുവിൻ്റെ ഉയർപ്പ് ആഘോഷിക്കുകയാണ്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇതര മതസ്ഥരും. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയൊരു മെസ്സേജ്, ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന സകല മനുഷ്യരും ഒന്ന് ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. ഒപ്പം തന്നെ ക്രിസ്ത്യാനികളിത് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും വേണം. എന്താണ് ഈസ്റ്റർ എന്ന് പലർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ എന്താണ് റിസറക്ഷൻ എന്നുള്ളത് ക്രിസ്ത്യാനികൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മെസ്സേജ് വളരെയേറെ പ്രസക്തമാണ്. ഞാൻ 1-2 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4:10. അപ്പോസ്തല പ്രവൃത്തികൾ 4:10 പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും അത് നിങ്ങൾ മൂലഭാഷയിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. മലയാളം ബൈബിളിനകത്തും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന PUC എന്നല്ല, PUCയിൽ വായിക്കുന്നവർ അത് വായിച്ചോളൂ. ഓക്കെ, നിങ്ങൾ ഈ വാക്യം ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ബൈബിളിനകത്ത് അത് റെഫർ ചെയ്യണം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി മരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു, പക്ഷേ അത് ശാരീരികമായ ഒരു മരണമായിരുന്നില്ല. ഞാൻ ഇന്നത്തെ മെസ്സേജിനകത്ത് ഏറ്റവും കാതലായി പറയാൻ ആഗ്രഹിക്കുന്നതും യേശുവിൻ്റെ മരണം എന്താണ്, നമ്മളിൽ ആ മരണമുണ്ടോ, യേശുവിൻ്റെ ഉയർപ്പെന്താണ്, നമ്മളിൽ ആ ഉയർപ്പുണ്ടോ, ഈ സബ്ജക്റ്റാണ് ഇന്ന് കൂടുതൽ ഊന്നൽ കൊടുത്ത് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് പത്രോസാണ്. പത്രോസ് 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 8-ാം വാക്യത്തിൽ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് സംസാരിച്ചു എന്നാണ്. സോ ഇത് കേവലം പത്രോസിൻ്റെ ഐഡിയ അല്ല, പത്രോസിൻ്റെ ആശയമല്ല, പത്രോസ് സംസാരിക്കുന്നതല്ല, പത്രോസിനെ വിട്ട് പരിശുദ്ധാത്മാവ് സംസാരിപ്പിക്കുന്നതാണ്. ഇത് മനോജ് സംസാരിക്കുന്നതുമല്ല, ഇന്ന് മനോജിനെ വിട്ട് പരിശുദ്ധാത്മാവ് സംസാരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വേണമെന്നുള്ളവർ കേട്ടാൽ മതി. പരിശുദ്ധാത്മാവിൻ്റെ മെസ്സേജിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവർ കേട്ടാൽ മതി, ബാക്കിയുള്ളവരോടല്ല ഈ മെസ്സേജ്. സോ പത്രോസ് എന്താ പറയുന്നത്? ദൈവം, യേശു തന്നെ ഉയർത്തുന്നല്ല, ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ യേശുവിനെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പം മരിച്ചു എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിളുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ മരിച്ചവരാരാ എന്നാണ്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഇതുപോലെ സമാനമായ 1-2 വാക്യങ്ങൾ കൂടെ വായിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മരിച്ചവരാണ് ആരാണെന്നും എന്താണ് ഈ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉയർപ്പ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് യേശുവിൻ്റെ കാര്യത്തിലും മനസ്സിലാക്കണം, നമ്മുടെ ഓരോരുത്തരുടെ കാര്യത്തിലും മനസ്സിലാക്കണം. ഇനി അടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. റോമർ 10:9. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും, അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. എവിടെ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പിച്ച്? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇവിടെയും ഈ വാക്യത്തിനകത്ത് മരിച്ചവരിൽ നിന്ന് എന്നുള്ളതാണ്. മരിച്ച യേശുവിനെ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിലും മരിച്ച യേശുവിനെ ഉയർപ്പിച്ച കാര്യമല്ല പറയുന്നത്, റോമറിലും മരിച്ച യേശുവിനെ ഉയർപ്പിച്ച കാര്യമല്ല പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച കാര്യമാണ് പറയുന്നത്. ഫൈൻ. സോ എന്താണ് ഈ മരിച്ചവരുടെ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉയർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിലും റോമറിലും എഫേസ്യയിലും പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച യേശുവിനെ കുറിച്ചാണ്. ഓക്കെ, എഫേസ്യർ 1-ാം അധ്യായം 20-ാം വാക്യത്തിനകത്ത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു.
അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. അപ്പോൾ എഫേസ്യരിലും പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ മരിച്ചവർ എന്ന് പറയുന്ന ആ വാക്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് വരുക. എഫേസ്യറിൻ്റെ 2-ാം അധ്യായത്തിനകത്തേക്ക് വരുവാണ്. മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കേണ്ടതുണ്ട്. അത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വായിക്കാം. നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിനകത്തുള്ള കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം. ആദ്യം നമുക്ക് എഫേസ്യർ 2 എന്ന് നോക്കാം. 2-ന്റെ 1-ാം വാക്യം. ആരാണ് മരിച്ചവർ? 2-ന്റെ 1-ൽ പറഞ്ഞിരിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. അപ്പം നിങ്ങളെപ്പോഴാണ് ശാരീരികമായി മരിച്ചത്? ബൈബിൾ പറയുന്ന മരണം ശാരീരിക മരണമല്ല എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യം എടുത്തിരിക്കുന്നത്. അപ്പം മരിച്ചവരായിരുന്ന അപ്പം നിങ്ങൾ എപ്പോഴാണ് മരിച്ചു കിടന്നത്? ആ അവസ്ഥയ്ക്കുള്ള പ്രത്യേകത എന്താണ്? അപ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരണപ്പെട്ടിരുന്ന അവസ്ഥ. അതാരാ? നിങ്ങൾ. ഈ വാക്യം എഴുതുന്ന സമയത്ത്, പൗലൂസ് ഇത് എഴുതുന്ന സമയത്ത് അന്ന് ജീവിച്ചിരുന്ന ആൾ. ഇപ്പോൾ ബൈബിൾ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ വായിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ബൈബിൾ വായിച്ചിരിക്കുന്ന നിങ്ങൾ. അപ്പോൾ മരിച്ചവരായിരുന്ന നിങ്ങൾ. അപ്പോൾ യേശുവിൻ്റെ മരണത്തെയും ആക്ഷരികമായി ശാരീരികമായി മരണമെന്ന് നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിൽ മരിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ ശാരീരിക മരണത്തെ സൂചിപ്പിക്കണമായിരുന്നു. പക്ഷെ നിങ്ങൾ ശരീരത്തിൽ നിന്നോളം മരിച്ചില്ലല്ലോ. അപ്പോൾ ഏതാണ് ഈ മരണം എന്നുള്ളത് ബൈബിൾ വളരെ വ്യക്തതയോടുകൂടെ പറയുന്നു. അതിക്രമങ്ങൾ, പാപങ്ങൾ. അപ്പം അതിക്രമം എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിയുള്ള ജീവിതം. ക്രമം തെറ്റിയുള്ള ജീവിതം. എന്താ ക്രമം? ദൈവം ആഗ്രഹിച്ച ഒരു ക്രമത്തിലുള്ള ജീവിതമുണ്ട്. അത് ആത്മാവിലെ ജീവിതമാണ്. അപ്പോൾ ആത്മാവിലെ ജീവിതത്തിൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. ഇനി പാപം എന്താ? നിങ്ങൾ നേരെ കൊണ്ട് ഏതെന്നിൽ കണക്ട് ചെയ്യരുത് പാപത്തിന്. അതല്ല പാപം. റോമാലേഖനം 7-ാം അധ്യായം 8-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. പാപം എന്ന് പറയുന്നത് ന്യായപ്രമാണ സംബന്ധമായി നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണ് പാപം. അപ്പം ന്യായപ്രമാണവും നമ്മുടെ ജീവിതവും വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ന്യായപ്രമാണ സംബന്ധമായി നമ്മുടെ ജീവിതത്തിനുണ്ടായിരിക്കുന്ന പോരായ്മകളെയാണ് പാപം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ന്യായപ്രമാണവും നമ്മളുടെ ജീവിതവും തമ്മിൽ ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായ കുഴപ്പങ്ങളും ദൈവം ആഗ്രഹിച്ച ആ ക്രമത്തിലുള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറി ഇത്രയും വർഷം ജീവിച്ചു. നമ്മളിപ്പോൾ അച്ഛന് വിധേയപ്പെട്ട്, പാസ്റ്ററിന് വിധേയപ്പെട്ട്, ബൈബിളിന് വിധേയപ്പെട്ട്, പള്ളിക്ക് വിധേയപ്പെട്ട്, ഇങ്ങനെ മതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നത് ദൈവം ആഗ്രഹിച്ച ജീവിതക്രമമല്ല. ദൈവം ആഗ്രഹിച്ച ജീവിതക്രമം ആത്മാവിലെ ജീവിതമാണ്. അപ്പോൾ അങ്ങനെ ക്രമം തെറ്റി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പള്ളിക്രിസ്ത്യാനിയായി മതക്രിസ്ത്യാനിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്രമം തെറ്റിയുള്ള ജീവിതം. അന്ന് യഹൂദന്മാരും മതത്തെ അനുസരിച്ച് ദേവാലയ ശുശ്രൂഷയും പുരോഹിതന്മാരുടെ ശുശ്രൂഷയും മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളും മതം പറയുന്ന ഉത്സവങ്ങളും യാഗങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് ജീവിച്ചതാണ് ദൈവം പറയുന്ന ക്രമം തെറ്റിയുള്ള ജീവിതം. അപ്പോൾ ആ ക്രമം തെറ്റിയുള്ള ജീവിതം വന്ന യഹൂദനും ഉണ്ടായിരുന്നു. അതേ മതത്തിൻ്റെ ഒരു പരിവേഷമാണ് ഇന്ന് ക്രിസ്തീയ മതവും. അപ്പോൾ ക്രിസ്തീയ മതത്തിനകത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കുന്നത് ദൈവം വച്ചിരിക്കുന്നതിന് ക്രമം തെറ്റിയുള്ള ജീവിതമാണ്. അങ്ങനെ ക്രമം തെറ്റി ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന നിങ്ങളെയാണ് മരിച്ചവരെന്ന് ബൈബിൾ പറയുന്നത്. അപ്പം നിങ്ങൾക്കും എന്താവശ്യമുണ്ട്? ഉയർപ്പ് ആവശ്യമുണ്ട്. നിങ്ങൾ മരിച്ചവരാണ് എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കാത്തിടത്തോളം കാലം ബൈബിളിൽ പറയുന്ന ഉയർപ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരില്ല. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് എവിടെ നിന്നാ? ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ആൾക്കാർ അന്ന് യഹൂദന്മാരായിരുന്നു, ഇന്ന് നിങ്ങളാണ്. അപ്പോൾ അവരുടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും അവർ മരിച്ചവരായിരുന്നു. ആ മരിച്ച് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നാണ് യേശുവിനെ ഉയർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 4:10 റോമർ 10:9 എഫേസ്യർ 1:20 പറയുന്ന മരിച്ചവർ എന്ന് പറയുന്ന കാറ്റഗറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിക്കുന്ന മനുഷ്യർ. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അന്നാരാ? അന്നത്തെ യഹൂദ മത അനുസാരികൾ. ഇന്നാരാ? ഇന്നത്തെ ക്രിസ്തീയ മതാനുസാരികൾ. ഇവരാണ് ചത്തവർ, മരിച്ചവർ. ഇവരുടെ ഇടയിൽ നിന്നാണ് യേശുവിൻ്റെ ഉയർപ്പ്.
ഇനി ഒരു വാക്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിക്കാം. 5-ാമത്തെ വാക്യവും ഇത് തന്നെ പറയുന്നു. എഫേസ്യർ 2:5 ഇത് തന്നെ പറയുന്നു. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ. സോ ക്രിസ്ത്യാനികളെ, നിങ്ങൾ മരിച്ച് ജീവിക്കുകയാണ്. നിങ്ങൾ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ചത്തവരാണ്. ആ ചത്ത അവസ്ഥയെന്ന് പറയുന്നത് ദൈവം വെച്ച ക്രമത്തിൽ നിങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഇന്നും മതത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അത് ചത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ അന്ന് യഹൂദൻ മതത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിച്ചപ്പോൾ അവരെ ചത്തവരെന്ന് പറഞ്ഞതുപോലെ, മരിച്ചവരെന്ന് പറഞ്ഞതുപോലെ, ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ ക്രിസ്ത്യാനികൾ തന്നെയാണ് മരിച്ചവർ, ചത്തവർ. അപ്പോൾ ആരാണ് മരിച്ചവർ എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നിങ്ങളിത് സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും, ബൈബിൾ പറയുന്ന സത്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ധാർമ്മികത, നിങ്ങളുടെ ബുദ്ധിക്കകത്ത് കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് തരാനൊന്നും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു അന്നും പറഞ്ഞത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് തന്നെ എനിക്കും ഇന്ന് പറയാനുള്ളത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഗ്രഹിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. ഫൈൻ. അപ്പോൾ മരിച്ചവർ എന്ന് പറയുന്ന കാറ്റഗറി എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത് എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത് എന്ത് സംഭവിച്ചു? 20-ാം വാക്യത്തിനകത്ത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പോൾ ഉയർപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് പിതാവാം ദൈവമാണ്. ആ പിതാവാം ദൈവം ചെയ്ത പ്രോസസ്സ് എന്താ? ആ മരിച്ച അവസ്ഥയിൽ പിതാവാം ദൈവം ആ വ്യക്തിയിലേക്ക് എന്ത് ചെയ്തു? വ്യാപരിച്ചു. ആ വ്യക്തിയിലേക്ക് ആ പിതാവാം ദൈവം വസിച്ചു. ആ വ്യക്തിയിലേക്ക് ആ പിതാവാം ദൈവം എൻറ്റർ ചെയ്തു. അപ്പം ആ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലേക്ക് പിതാവാം ദൈവം ആ വ്യക്തിയിലേക്ക് എൻറ്റർ ചെയ്ത് ആ പിതാവാം ദൈവം അവനിൽ വസിച്ചു തുടങ്ങിയപ്പോഴാണ് അവന് ഉയർപ്പുണ്ടായത്. ഓരോ കാലഘട്ടത്തിനകത്തും ജീസസിനകത്ത് പിതാവാം ദൈവം ചെയ്ത കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ബൈബിളിനകത്തുള്ള ചില സത്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സോ യേശുവിന് അനോയിൻറ്റിങ് കിട്ടിയത്, അതായത് പരിശുദ്ധാത്മാവൻ അവനിൽ വന്ന് അധിവസിച്ച ആ പ്രക്രിയ തന്നെയാണ് ഉയർപ്പ്. അന്ന് മുതലാണ് യേശു ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയത്. 30 വയസ്സ് വരെ യേശു ജഡത്തിൽ തന്നെയായിരുന്നു. മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു, മതത്തെ അനുസരിച്ച് ജീവിച്ചു, ദേവാലയത്തിൽ പോയി ജീവിച്ചു, ദേവാലയത്തിനകത്തുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിച്ചു. പക്ഷെ എപ്പോഴാണോ യേശുവിൽ പരിശുദ്ധാത്മാവ് പിതാവാം ദൈവം അവനിൽ അധിവസിച്ചു തുടങ്ങിയത്, അവനിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങിയത്, അന്ന് മുതലാണ് മതത്തിന് അവൻ മരിച്ചവനായി ആത്മാവിൽ അവൻ ഉയർത്തവനായത്. അപ്പോൾ പിതാവാം ദൈവം യേശുവിൽ വ്യാപരിച്ച് മരിച്ച അവസ്ഥയിൽ കിടന്ന ആ ആൾക്കാരുടെ ഇടയിലിരുന്ന ആ യേശുവിലേക്ക് വ്യാപരിച്ചിട്ട്, മതവ്യവസ്ഥയിൽ ജീവിച്ച യേശുവിലേക്ക് വ്യാപരിച്ചിട്ട്, സാമൂഹിക കൾച്ചറിൽ ജീവിച്ച യേശുവിൻ്റെ അവസ്ഥയിലേക്ക് വ്യാപരിച്ചിട്ട്, അപ്പനെയും അമ്മയും അനുസരിച്ച് ആ വ്യവസ്ഥകൾക്ക് കീഴടങ്ങിയിരുന്ന യേശുവിലേക്ക് വ്യാപരിച്ചിട്ട്, ദൈവം ആഗ്രഹിച്ച ഉന്നതമായ ആത്മാവിൻ്റെ ജീവിതശൈലിയിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പിതാവാം ദൈവം അവനെ ഉയർപ്പിച്ചു. ഇത് തന്നെയാണ് എന്നിലും സംഭവിച്ചത്. ജനിച്ച അന്ന് മുതൽ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ മതത്തിൽ ഞാൻ വിശ്വസിച്ചു. ബാലജന സംഘത്തിന് പോയി, സൺഡേ സ്കൂളിന് പോയി, യുവജന പ്രസ്ഥാനത്തിൽ പോയി, ചർച്ച് പറയുന്ന എല്ലാ ആക്ടിവിറ്റീസിനകത്തും പങ്കെടുത്തു, മാമോദിസ എടുത്തു, അതെടുത്തു, ഇതെടുത്തു, എല്ലാം എടുത്തു. അവസാനം പെന്തിക്കോസുകാർ പറയുന്ന മുങ്ങിസ്നാനം വരെ എടുത്തു. പക്ഷേ ഈ മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഒന്നും അനുഷ്ഠിച്ചിട്ടും എനിക്ക് ദൈവം ആഗ്രഹിച്ച ജീവിതക്രമത്തിലെത്താൻ പറ്റിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അതിക്രമങ്ങൾ തന്നെയാണ്. മുങ്ങി സ്നാനം ഉൾപ്പെടെ, വിശുദ്ധ കുർബാന ഉൾപ്പെടെ, മാമോദിസ ഉൾപ്പെടെ എല്ലാ മതാചാരാനുഷ്ഠാനങ്ങളും അതിക്രമമാണ്, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ വരുന്നതല്ല. അപ്പോൾ ഈ മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളും സിദ്ധാന്തങ്ങളെയെല്ലാം പാടെ ഉപേക്ഷിച്ച് ദൈവം പറയുന്ന ലെവലിൽ ജീവിക്കാനായിട്ട് ഒരു മനുഷ്യനിൽ ദൈവം പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഉയർപ്പ്. അവൻ പ്രവർത്തിക്കുന്ന അവസ്ഥയല്ല, അവനവൻ പ്രവർത്തിക്കുന്ന അവസ്ഥയല്ല, അവനവൻ മനസ്സിനകത്തെടുക്കുന്ന തീരുമാനമല്ല, അവനവൻ വെള്ളത്തിൽ മുങ്ങിയെടുക്കുന്ന തീരുമാനമല്ല. ഓക്കെ, ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ, വ്യാപരിക്കുമ്പോൾ, പിതാവാം ദൈവം ഒരുവൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങുമ്പോഴാണ് ഉയർപ്പിൻ്റെ അവസ്ഥയുണ്ടാകുന്നത്. സോ അങ്ങനെ ഉള്ള വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ ചത്തവന് മനസ്സിലാകത്തില്ല, മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവന് മനസ്സിലാകത്തില്ല. കാരണം എല്ലാ മതക്രിസ്ത്യാനികളും ചത്ത അവസ്ഥയിലാണ്. അപ്പോൾ ജീവനുള്ളവൻ പറയുന്ന ആശയങ്ങൾ മരിച്ചു കിടക്കുന്ന മതക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവില്ല.
ഇത് തന്നെയാണ് ജീസസ് ക്രൈസ്റ്റിൽ പിതാവാം ദൈവം ആവഹിച്ചുകൊണ്ട്, പിതാവാം ദൈവം വസിച്ചുകൊണ്ട്, പിതാവാം ദൈവം പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ, സംസാരിച്ചു തുടങ്ങിയപ്പോൾ ജീസസ് പറയുന്ന ആശയങ്ങളെ അന്നത്തെ യഹൂദ മതത്തിലുള്ള പൊട്ടന്മാർക്ക് മനസ്സിലായില്ല. അവരെ പൊട്ടന്മാരെന്നും കുരുടന്മാരെന്നും തന്നെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇതെൻ്റെ വാക്കുകളല്ല. ബൈബിൾ അവരെ വിളിക്കുന്നത് കുരുടന്മാർ, പൊട്ടന്മാർ, നായ്ക്കൾ, പന്നികൾ, സർപ്പസന്തതികൾ. അതെ, ഇന്നത്തെ മതക്രിസ്ത്യാനികൾ നായ്ക്കൾ തന്നെയാണ്, പന്നികൾ തന്നെയാണ്, കുരുടന്മാർ തന്നെയാണ്, പൊട്ടന്മാർ തന്നെയാണ്, സർപ്പസന്തതികൾ തന്നെയാണ്. കാരണം അവർ മതവ്യവസ്ഥയിൽ കിടക്കുകയാണ്. സോ ദൈവം പറയുന്ന, പിതാവാം ദൈവം പറയുന്ന ഒരു വ്യക്തിയിൽ അധിവസിച്ചുകൊണ്ട് പിതാവാം ദൈവം പറയുന്ന കാര്യങ്ങളെ കേൾക്കാനും ഉൾക്കൊള്ളുവാനും ഈ മതവ്യവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് പറ്റില്ല. കാരണം അവർ ചത്ത അവസ്ഥയിലാണ്, മരിച്ച അവസ്ഥയിലാണ്. അത് അന്നും അതെ, ഇന്നും അതെ. അന്ന് യേശു പറഞ്ഞപ്പോൾ മതവക്താക്കൾ അംഗീകരിച്ചില്ല. ഇന്ന് ഞാൻ പറയുമ്പോഴും ക്രിസ്തീയ മതവക്താക്കളോ വിശ്വാസികളോ അംഗീകരിക്കില്ല. കാരണം എന്താ? അവർ ചത്ത് കിടക്കുകയാണ്. അപ്പോൾ പിതാവാം ദൈവം യേശുവിൽ വ്യാപരിച്ച് ആ മരിച്ചവരിടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച് ഒരു എസ്കലേഷൻ, ഒരു ഉയർന്ന പദവി നൽകി. ആ പദവിയുടെ പ്രത്യേകതകളാണ് 21 മുതൽ താഴോട്ട് പറയുന്നത്. എഫേസ്യർ 1:20 മുതൽ താഴോട്ട് പറയുന്നത് ആ ഉയർത്ത അവസ്ഥയിൽ, ആ എസ്കലേറ്റഡ് ആയിട്ട് വെച്ച അവസ്ഥയിൽ ജീസസിന് കിട്ടിയ പ്രിവിലേജസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ എവിടെ ഈ എസ്കലേഷൻ എവിടെയാണ്? ഈ ഉയർപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കുന്നത്? സ്വർഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്താണ്. അപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് യേശുവിന് ആ ഒരു എസ്കലേറ്റഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ നൽകി യേശുവിനെ അവിടെ ഇരുത്തിയത് സകലത്തെയും, ഈ മതത്തിൻ്റെ വക്താക്കളെയും, പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരെയും ശാസ്ത്രിമാരെയും സദൂക്യന്മാരെയും മോശയുടെ പ്രമാണത്തിൽ വിശ്വസിക്കുന്നവരെയും വിശ്വാസ സമൂഹത്തെയെല്ലാം യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴെയാക്കി യേശുവിനെ ഉയർപ്പിച്ചു വെച്ചു. സോ ഇതാണ് സ്വർഗത്തിൻ്റെ അവസ്ഥ. ഭൂമിയുടെ അവസ്ഥയ്ക്ക് മുകളിലുള്ള എസ്കലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ പൊസിഷൻ. ഇതാണ് സ്വർഗമെന്ന് പറയുന്ന അവസ്ഥ. അല്ലാതെ സ്വർഗമെന്ന് പറഞ്ഞൊരു സ്ഥലമൊന്നുമില്ല. ഫൈൻ. ഇത് യേശുവിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് എഫേസ്യർ 1:20 മുതൽ പറയുന്നു. അപ്പോൾ എന്താണ് ഉയർപ്പെന്ന് മനസ്സിലായല്ലോ? ഉയർപ്പെന്ന് പറയുന്നത് ആക്ഷരികമായല്ല, ശാരീരികമായല്ല, മറിച്ച് അത് ആത്മീകമായ ഒരു ഉന്നമനമാണ്. അതിന് കാരണഭൂതൻ യേശുവല്ല, പിതാവാം ദൈവമാണ്. പിതാവാം ദൈവമാണ് ചത്തു കിടന്ന അവസ്ഥയിൽ കിടന്ന യേശുവിനെ ആ മരിച്ചു കിടന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു ഹൈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ യേശുവിൻ്റെ മരണം എന്താണെന്നും യേശുവിൻ്റെ ഉയർപ്പ് എന്താണെന്നും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് മതക്രിസ്ത്യാനികളെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർക്കിത് ഗ്രഹിച്ചാലും അവരത് അംഗീകരിക്കത്തില്ല. കാരണം അവർ ജനിച്ചത് മുതൽ ഇന്നയോളം അവരുടെ തലയ്ക്കകത്ത് ഇഞ്ചക്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന വിഷത്തിൽ നിന്ന് മാത്രമേ അവർ പ്രതികരിക്കത്തുള്ളൂ. സോ ആ വിഷം എന്ന് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിൻ്റെ അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ ദൈവം പരിണാമത്തിന് വിധേയപ്പെടുത്തുമ്പോൾ മാത്രമേ ഇത് ഗ്രഹിക്കാനായിട്ടുള്ളൊരു ത്രാണി, ജീവനവല്ല ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് മതക്രിസ്ത്യാനികളെ വിട്ടേക്ക്, നിങ്ങൾക്കുള്ള മെസ്സേജ് അല്ല ഇത്. ഫൈൻ. അടുത്ത്, അപ്പോൾ യേശുവിൽ മരണം എന്താണെന്നും ഉയർപ്പ് എന്താണെന്നും മനസ്സിലായെങ്കിൽ നമ്മുടെ മരണം എന്താണെന്ന് മനസ്സിലായി കാണും. ഇനി നമ്മുടെ ഉയർപ്പ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം. അപ്പോഴത്തേക്ക് ഈ മെസ്സേജ് പകുതി കഴിയും. ഓക്കെ, ഇനി നമ്മുടെ ഉയർപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കാരണം യേശുവിൽ മാത്രം ഉയർപ്പ് വന്നിട്ട് കാര്യമില്ല, നമ്മിലും ആ ഉയർപ്പ് വരണം. കാരണം നമ്മളും ആ മരിച്ചവരുടെ ഇടയിൽ കിടക്കുകയാണ്. അപ്പോൾ എഫേസ്യർ 2:1 ഒന്നുകൂടെ വായിക്കാം. എഫേസ്യർ 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആര് ഉയർപ്പിച്ചു? പിതാവാം ദൈവം മരിച്ചവരായിരുന്ന, അതിക്രമങ്ങളിൽ കിടന്ന നിങ്ങളെയും ഉയർപ്പിച്ചു. എങ്ങനെ ഉയർപ്പിച്ചു എന്നുള്ളത് ഞാൻ സെക്കൻഡ് ഹാഫിൽ പറയും. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, എങ്ങനെ ഉയർപ്പിച്ചു, എന്താണ് അതിൻ്റെ പിന്നിലുള്ള പൊരുൾ, ഈ ഉയർപ്പിൻ്റെ പിന്നിലുള്ള പൊരുൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. സോ ഇപ്പോൾ ഈ സത്യം മനസ്സിലാക്കുക. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ എങ്ങനെ ഉയർപ്പിച്ചോ അതുപോലെ ഉയർപ്പിച്ചു, ഒരു എസ്കലേഷൻ നൽകി, ഹയർലത്തിനകത്താക്കി എന്നുള്ള ഈ പറഞ്ഞിരിക്കുന്ന സത്യത്തെ, ദിസ് ഈസ് ദ ട്രൂത്ത്. ഈ സത്യത്തെ സ്വീകരിക്കുന്നവർക്ക് ചത്ത അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് വരാം. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രൂത്ത് ഓർ അക്സെപ്റ്റിംഗ് ദ ട്രൂത്ത്.
സോ ദ മൊമെൻറ്റ് യു അക്സെപ്റ്റ് ദിസ് ട്രൂത്ത്, യു ആർ നോ മോർ എ ഡെഡ് പേഴ്സൺ, യു ആർ എ റിസറക്റ്റഡ് പേഴ്സൺ. സോ എന്ത് മാത്രം ചെയ്താൽ മതി? പിതാവാം ദൈവം യേശുവിൽ ചെയ്ത അതേ പ്രവൃത്തി നിങ്ങളിലും ചെയ്തു എന്ന് നിങ്ങൾ ആ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. ഡെഡ് പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് റിസറക്ഷൻ പൊസിഷനിലേക്ക് എത്താൻ പറ്റും. സോ വെരി സിമ്പിൾ പ്രോസസ്സ്. സോ ഇന്നും നിങ്ങൾ മതക്രിസ്ത്യാനിയാണോ? ഇന്നും നിങ്ങൾ പള്ളിയിൽ പോകുന്നവനാണോ? ഇന്നും നിങ്ങൾ മാമോദിസ എടുത്ത് ആ ചർച്ചിലെ മെമ്പർഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തിയാണോ? ഇന്നും നിങ്ങൾ വിശുദ്ധ കുർബാന എടുക്കുന്ന വ്യക്തിയാണോ? ഇന്നും നിങ്ങൾ അച്ഛൻ്റെ ചെവിയിൽ പാപസ്വീകാരം പറയുന്ന വ്യക്തിയാണോ? എങ്കിൽ നിങ്ങൾ അതിക്രമത്തിലാണ്. ഇന്നും ദൈവം വെച്ച വ്യവസ്ഥയിലല്ല. നിങ്ങളിന്ന് മാനുഷിക സമ്പ്രദായത്തിനകത്താണ്. കാരണം ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതം ദൈവം ഉണ്ടാക്കിയതല്ല, ക്രിസ്തു ഉണ്ടാക്കിയതല്ല, മനുഷ്യ നിർമ്മിതമാണ്. അതിൻ്റെ പിന്നിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ഈ പറയുന്ന റോമൻ കാത്തലിക്കിൻ്റെ ഭരണകൂടവുമാണ്. അവിടെ നിന്ന് വിവിധ ശാഖകളായിട്ട് ഇത് പിരിഞ്ഞതാണ്. സോ ഈ കള്ള ക്രിസ്തീയ മതത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് ദൈവം വച്ചിരിക്കുന്ന പൊസിഷൻ ഇന്നതാണെന്ന് മനസ്സിലാക്കി അത് ശരിക്കും സ്വീകരിച്ച് ഈ കള്ളത്തെ ഉപേക്ഷിച്ച് സത്യത്തെ ഗ്രാബ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മരണത്തിൽ നിന്ന് റിസറക്ഷനിലേക്ക് വരാൻ പറ്റും. ദിസ് ഈസ് വാട്ട് ബൈബിൾ സേസ്. അതാണ് എഫേസ്യർ 2:1 പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും വാക്യത്തിലേക്ക് വരിക. ബാക്കി നിങ്ങൾ വായിക്കുക. 5-ാം വാക്യവും പറയുന്നത് ഇത് തന്നെയാണ്. എഫേസ്യർ 2:5 പറയുന്നതും ഇത് തന്നെയാണ്. എന്താ പറയുന്നത്? അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും അത് കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. സോ നിങ്ങൾ രക്ഷപ്പെട്ടതല്ല, നിങ്ങൾ എന്തോ മുങ്ങിയോ ചാടിയോ പൊങ്ങിയോ വാ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ ആയതല്ല. ഇതിനകത്ത് നിങ്ങളുടെ പ്രവൃത്തിക്ക് 0 വാല്യൂ. ഒൺലി തിങ്, ദൈവം വച്ചിരിക്കുന്ന ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ എന്താ സംഭവം? അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ചെയ്തു എന്നുള്ള സത്യത്തെ ഗ്രാബ് ചെയ്യും. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? 6-ാം വാക്യം, ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ അത്യന്ത ധനത്തെ, ആ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സോ ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പ്രസൻറ്റ് കണ്ടീഷനാണ്. സോ മരിച്ചവരായിരുന്ന നിങ്ങളെ യേശു ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയുന്ന, മരിച്ചിട്ട് പോകാനുള്ള സ്ഥലമല്ല സ്വർഗം. പാപമൊന്നുമില്ലാതെ ജീവിച്ച് ആ അന്ത്യനാളിലുള്ള ന്യായവിധിയൊക്കെ കഴിഞ്ഞ് ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ കൊണ്ടിരുത്തുന്ന സ്ഥലവുമല്ല സ്വർഗം. സോ ഓൾറെഡി ബൈബിൾ ഡിക്ലെയർസ് പബ്ലിക്ലി, വെരി ബോൾഡ്ലി, യു ആർ ഇൻ ഹെവൻ. ബട്ട് ഈ ട്രൂത്തിനെ നിങ്ങൾ ഗ്രാബ് ചെയ്യണം. സോ പള്ളിക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനല്ല, ആ അതിക്രമത്തിൽ ജീവിക്കാനല്ല, ആ അതിക്രമങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിനോടൊപ്പം അന്ന് പാസ്റ്റ് ടെൻസാ. അപ്പോൾ യേശുവിനെ ഉയർപ്പിച്ചു എങ്കിൽ ഇന്നുള്ള സകല മനുഷ്യരെയും ഉയർപ്പിച്ചു ആ പൊസിഷനിൽ. യേശുവിനെ മാത്രമല്ല സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നത്. എഫേസ്യർ 2:7 says everybody, every single person, whether you are Christian, Muslim, Hindu, Sikh, Buddha, whoever, ആരാണെങ്കിലും, നിങ്ങളുടെ വിശ്വാസ പ്രമാണം എന്താണെങ്കിലും, നിങ്ങളുടെ കൺട്രി ഏതാണെങ്കിലും, നിങ്ങളുടെ ജെൻഡർ ഏതാണെങ്കിലും, വാട്ട് എവർ യു ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലി റിലം. ഈ ഹെവൻലി റിലം എന്ന് പറയുന്നത് സ്പിരിച്വൽ റിലമാണ്, ഏർത്ത്ലി റിലമല്ല. ഓക്കെ, അപ്പോൾ ഹെവൻലി പ്ലേസിൽ നിങ്ങൾ ഇരുത്തിയെന്ന് പറയുമ്പോൾ ഇത് ആക്ഷരികമായൊരു സ്ഥലമല്ല. ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം, ഇറ്റ്സ് എ റിലം. സോ മരിച്ചവരായിരുന്ന നിങ്ങളെ ആ അതിക്രമങ്ങളിൽ ജീവിക്കാതെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ഈ റിലത്തിൽ ജീവിക്കാനാണ്. ഓക്കെ, പക്ഷെ ഇന്നും മതം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾ കയറി അങ്ങോട്ട് ഇരിക്കാനാണ്. നിങ്ങൾ വിശുദ്ധനായി ജീവിക്കണം, നിങ്ങൾ പാപമില്ലാതെ ജീവിക്കണം, നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയണം, വാഗൊണ്ട് പറയണം, മുങ്ങണം, പൊങ്ങണം, ചാടണം, തുള്ളണം, കൈയടിക്കണം, ബഹളം വയ്ക്കണം. അപ്പോൾ ഒരു ദിവസം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്താം. അതെന്നെത്താമെന്നൊന്നും മതം പറയുന്നില്ല. സോ ബട്ട് ബൈബിൾ സേസ് യു ആർ ഓൾറെഡി സീറ്റഡ് ഹിയർ. ഓപ്പൺ യുവർ eyes
ആൻഡ് സീ വെയർ യു ആർ. നിങ്ങൾ കാണ്, നിങ്ങൾ കേൾക്ക്, നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ആ പൊസിഷനിൽ ജീവിക്കാൻ പറ്റും. സോ ഐ ബോൾഡ്ലി സേ, ഞാനൊരു മതക്രിസ്ത്യാനിയായിരുന്നു. എന്നെ പിതാവാം ദൈവം അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് വീണ്ടെടുത്ത് ജീവൻ നൽകി ആ ഹെവൻലി റലത്തിൽ ഇരുത്തി ഞാൻ അവിടെ ഇന്ന് ജീവിക്കുന്നു. സോ ഞാൻ ഇന്ന് പിതാവിനോടും പുത്രനോടും ഞാൻ ആ സ്വർഗറലത്തിൽ ജീവിക്കുന്നൊരു ദൈവപുത്രനാണ്. ഈക്വൽ ടു ഫാദർ ആൻഡ് സൺ. യെസ്, ഈക്വൽ ടു ഫാദർ ആൻഡ് സൺ. ബിക്കോസ് ദൈവം എന്നെ അവിടെ ഇരുത്തിയിരിക്കുമ്പോൾ ദൈവം എന്നെ വേറിട്ട് കാണുന്നില്ല. ദാറ്റ്സ് വാട്ട് റോമർ സേസ്. നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. സോ ദിസ് ഈസ് ഹൗ ഗോഡ് സീസ് മീ. ഇതാണ് സത്യം. സോ ഈ ട്രൂത്തിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഐ ആം ഈക്വൽ ടു ഗാഡ്, ഐ ആം ഈക്വൽ ടു ജീസസ്. അങ്ങനെയാണ് പിതാവാം ദൈവം എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ എൻ്റെ ടോൺ മാറും, എൻ്റെ സംസാര രീതി മാറും, എൻ്റെ വീക്ഷണം മാറും, എൻ്റെ ആട്രിബ്യൂട്ട്സ് മാറും, എൻ്റെ പ്രസൻസ് മാറും. ഐ ആം ലിവിങ് ലൈക്ക് ക്രൈസ്റ്റ്. യു ലീവ് ലൈക്ക് എ സിന്നർ. എല്ലാ ഞായറാഴ്ചയും പാപസ്വീകാരവും പ്രാർത്ഥനയും ഏറ്റുപറഞ്ഞ് കുമ്പസാരവും നടത്തി ജീവിക്കുന്ന ഒരു സിന്നറാണ് മതക്രിസ്ത്യാനി. ബട്ട് ഐ ലീവ് ആസ് ക്രൈസ്റ്റ്. അതിൻ്റെ കാരണഭൂതൻ പിതാവാം ദൈവമാണ്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. സോ മതക്രിസ്ത്യാനികൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ചുരുക്കളാവും. അവർ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് വിളിക്കും, ദുരുപദേശകൻ എന്ന് വിളിക്കും, മറ്റവനെന്ന് വിളിക്കും, മറിച്ചവനെന്ന് വിളിക്കും. എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ മതക്രിസ്ത്യാനികളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. കഴിഞ്ഞ ലാസ്റ്റിലുള്ള 5 പോസ്റ്റുകൾ നോക്കിയാൽ മതി, മതക്രിസ്ത്യാനികളുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാകും. കാരണം ദേ ആർ ഡെഡ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗാഡ്. അവർക്കിത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. മരിച്ചവരെന്താണെന്ന് പറഞ്ഞു, യേശുവിൻ്റെ മരിച്ച അവസ്ഥ എന്താണെന്ന് പറഞ്ഞു, യേശുവിൻ്റെ ഉയർപ്പ് എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ ഉയർപ്പ് എന്താണെന്ന് പറഞ്ഞു. സോ നമ്മൾ ഉയർത്ത് ആ ഹെവൻലി റിലത്തിനകത്ത് ആയിരിക്കുന്നു എന്ന് ആ ട്രൂത്തിനെ മനസ്സിലാക്കി ആ ജീവിതം മുമ്പോട്ട് പോകുന്നവർ യേശുവിൻ്റെ റിസറക്ഷൻ അല്ല ആഘോഷിക്കുന്നത്, അവനവൻ്റെ റിസറക്ഷനാണ് ആഘോഷിക്കുന്നത്. സോ അവന് ഈസ്റ്റർ സെലിബ്രേഷൻ ഇല്ല, അവൻ്റെ റിസറക്ഷൻ്റെ സെലിബ്രേഷനാണ് ഉള്ളത്. സോ ദാറ്റ് വിൽ ബി എവറി മൊമെൻറ്റ്, എവറി സെക്കൻഡ്, 24/7 അവൻ ആ ആഘോഷത്തിലാണ്. കാരണം ഇരിക്കുന്നത് പിതാവിനോടും പുത്രനോടും കൂടെ ആണ്. ഇതിൻ്റെ മേൽത്തരമായിട്ട് വേറൊരു പൊസിഷൻ ഇനി കിട്ടാനില്ലേ. അവിടെ ഇരുന്ന് ജീവിക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ റോയൽ പ്രീസ്റ്റ്ഹുഡ് ലൈഫ്. ബാക്കിയെല്ലാം അവൻ്റെ കാൽ കീഴെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മതക്രിസ്ത്യാനികളും മതക്രിസ്തീയ വക്താക്കളും പുരോഹിതന്മാരും പാസ്റ്റർമാരും എല്ലാം എൻ്റെ കാൽ കീഴെയാണ് എന്ന്. അത് ബോൾഡായിട്ട് പറയാൻ കാരണം അതാ. കാരണം ദേ ആർ ഡെഡ് പീപ്പിൾ. ഐ ആം അലൈവ് ജീസസിനോടൊപ്പം, പിതാവിനോടൊപ്പം. നിങ്ങളെയും അങ്ങനെ ഇരുത്തിയിരിക്കുക, കണ്ണ് തുറന്ന് കണ്ടാൽ മതി. ദാറ്റ്സ് ഓൾ. ഫൈൻ. ഇനി എങ്ങനെയാണ് ഈ ഉയർപ്പ് എന്നുള്ളത്, എങ്ങനെയാണ് പിതാവാം ദൈവം ഈ പൊസിഷനിലേക്ക് എന്നെ കൊണ്ടിരുത്തിയതെന്നുള്ളത് ഒന്നറിയണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം ഞാനതൊന്ന് ഓടിച്ചു പോവുകയാണ്. കാരണം അത് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഞാനത് ഓടിച്ചു പോവുകയാണ്. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കൊലോസ്യർ 2:2, അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു. അന്ന് പൗലൂസ് ഇതെഴുതി. അന്നത്തെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി, അന്നത്തെ മതവക്താക്കൾക്ക് വേണ്ടി, അന്നത്തെ മതവിശ്വാസികൾക്ക് വേണ്ടി പൗലൂസ് ഇതെഴുതി. അന്ന് പൗലൂസ് കഷ്ടപ്പെട്ടത്, വേദനിച്ചത്. ഇന്ന് ഞാൻ അതേ കാര്യം ചെയ്യുക. ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതും പ്രസംഗിക്കുന്നതും ആഹ്വാനം ചെയ്യുന്നതും ഈ കള്ളക്രിസ്ത്യാനികളെ തെറിവിളി കേൾക്കുന്നതും ഒക്കെ എനിക്ക് തലയ്ക്ക് ഓളം ഉണ്ടായിട്ടല്ല. ഇറ്റ്സ് മൈ മിഷൻ, ഇറ്റ്സ് മൈ ഹെവൻലി പേർപ്പസ്, ഇറ്റ്സ് മൈ കോളിംഗ്. എന്താ കോളിംഗ്? നിങ്ങൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണമായുടെ സമ്പത്ത് പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ചാണ് ഞാൻ ഈ വലിയ പോരാട്ടം പോടുന്നത്. അല്ലാതെ എനിക്ക് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടല്ല. 1.5 ലക്ഷം
സാലറി വാങ്ങിച്ച് നല്ല അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പൊട്ടന്മാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നിന്റെയൊക്കെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാ, നിന്റെയൊക്കെ ചെവി തുറക്കാൻ വേണ്ടിയിട്ടാ, നിന്റെയൊക്കെ കുരുടും അന്ധതയും മാറാൻ വേണ്ടിയിട്ടാ. അത് എനിക്ക് ഓളം ഉണ്ടായിട്ടല്ല. ദിസ് ഈസ് മൈ മിഷൻ, ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അത് നീയൊക്കെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും. സോ അന്ന് പൗലോസ് പറയുന്ന അതേ തീവ്രതയോടുകൂടെ ഞാൻ പറയുക, എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന മിഷന്റെ ഭാഗമാണ് നിങ്ങളിൽ ആ ക്രിസ്തുവിനെ ഉരുവാക്കി തരിക എന്നുള്ളത്. സോ ജീസസ് അല്ല ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് അല്ല ജീസസ്. ജീസസ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു മനുഷ്യനായിരുന്നു. മനോജ് എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പൊസിഷൻ, ആ പദവി, അതെല്ലാവർക്കും ഓപ്പണാണ്. ആ ക്രൈസ്റ്റ് എന്ന് പറയുന്ന പദവിയിലേക്ക് ആദ്യം വന്നത് ജീസസ് ആണ്. യെസ്, ഹി ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ. അത് കഴിഞ്ഞ് എത്രയോ പേര് ആ പൊസിഷനിൽ വന്നു. ഇന്ന് ഞാൻ ആ പൊസിഷനിൽ ഇരിക്കുന്നു. ഞാൻ മാത്രമല്ല, നിങ്ങളും ഇരിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ കള്ള ക്രിസ്തീയ മതത്തിന്റെ പിന്നാലെ നടക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. ബൈബിൾ പറയുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ചെവിക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. കാരണം നിങ്ങൾ മറ്റേ കൾട്ട് പ്രസ്ഥാനത്തിൽ കിടക്കുക. രണ്ടാം വാക്യം പറയുന്നത്, നിങ്ങൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകത്തിന്റെ പൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിക്കണമെന്ന്. നിർത്തിക്കോ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള കമന്റ്സ്, നിർത്തിക്കോ. ആ സ്നേഹത്തിന്റെ ഏകീഭവനത്തിലേക്ക് വാ. പട്ടുപോകുമേ, നശിച്ചു പോകുമേ. സോ ആ ഏകീഭാവത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആ ക്രൈസ്റ്റിന്റെ കൾച്ചറിൽ ജീവിക്കാൻ പറ്റണം. അതിന് ദൈവം അപ്പോയിന്റ് ചെയ്തൊരു വ്യക്തി നൽകുന്ന ശിക്ഷണത്വത്തിനകത്ത് നിങ്ങൾ വളരണം. അതാണ് എഫേസ്യർ 4-ാം അധ്യായത്തിൽ പിന്നെ പറയുന്നത്. ഓക്കെ, ഇനി എന്താ? 3-ാം വാക്യം, അവനിൽ ക്രിസ്തു എന്ന് പറയുന്ന ആ പൊസിഷനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. സോ ആ പൊസിഷനിലേക്ക് വരാതെ, ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുമ്പോഴേ ആ മുഖ്യമന്ത്രിയുടെ പൊസിഷനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ആ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഒരു വരുമ്പോഴേ ആ പ്രൈം മിനിസ്റ്ററിന്റെ ആ പൊസിഷനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ആ രാഷ്ട്രപതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാഷ്ട്രപിതാവ്, ഒരു പദവി, അല്ലെങ്കിൽ സയന്റിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു പദവിയിൽ വരുമ്പോഴേ ആ പദവിക്കകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. സെയിം വേ ഇവിടെ പറയുക 3-ാം വാക്യത്തിനകത്ത് ക്രിസ്തു എന്ന ആ പദവിയിലേക്ക് വരുമ്പോ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും അവിടെയാണ് ഗുപ്തമാക്കി വെച്ചേക്കുന്നത്. സോ ഞാൻ സംസാരിക്കുന്ന ഈ ജ്ഞാനവും ഞാൻ സംസാരിക്കുന്ന ഈ വിവേകവും നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് കാരണം നിങ്ങളങ്ങ് താഴെ കുപ്പത്തൊട്ടി കിടക്കുക, മതത്തിന്റെ കുപ്പത്തൊട്ടി കിടക്കുക. ദൈവം വച്ചിരിക്കുന്ന ആ സിംഹാസനത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. സോ സിംഹാസനത്തിൽ നിന്ന് ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ ആ സിംഹാസനവുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങൾക്കേ മനസ്സിലാകത്തുള്ളൂ. കുപ്പത്തൊട്ടി കിടക്കുന്നവർക്ക് മനസ്സിലാകില്ല. സോ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഈ കുപ്പത്തൊട്ടിയിൽ നിന്ന് ദൈവം വെച്ച പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. കുപ്പത്തൊട്ടി കിടക്കാനല്ല നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഫൈൻ. സോ ഇനിയും മതം എന്ന് പറയുന്ന കുപ്പത്തൊട്ടി കെട്ടിപ്പിടിച്ചിരിക്കാതെ, പാസ്റ്ററേയും മത്രാന്മാരെയും കെട്ടിപ്പിടിച്ചിരിക്കാതെ, അന്നും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അന്ന് യഹൂദ മതത്തിന്റെ വക്താക്കളെയും മതത്തെയും മതാചാരങ്ങളെയും ദേവാലയത്തെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നവർക്ക് ഇത് മനസ്സിലായില്ല. അവർ ജീസസിനെയും പൗലോസിനെയും അപ്പോസ്തലന്മാരെയും എല്ലാം നിന്ദിച്ചു. അവരതിനകത്ത് കിടക്കുമായിരുന്നു ചത്ത അവസ്ഥയിൽ, നാറി 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 പുഴുത്ത്. സോ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കയറ്റാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് 4, വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിപ്പാതിരിക്കാൻ ഞാനിത് പറയുന്നു. സോ നിങ്ങളെ പാസ്റ്റർമാർ പലതും പറഞ്ഞ് വശീകരിക്കും. അപ്പോസ്തലനെന്നും പ്രവാചകനെന്നും പറഞ്ഞ് സ്വന്തമായിട്ട് ടൈറ്റിലിട്ട ആൾക്കാർ വന്ന് നിങ്ങളെ വശീകരിക്കും. മെത്രാന്മാരും ബിഷപ്പും വന്ന് നിങ്ങളെ വശീകരിക്കും. നിങ്ങൾ അവിടെ കിടന്നോ? ആർക്കാ നഷ്ടം? സോ ഈ വശീകരണ വാക്കുകളൊക്കെ കേട്ട് കോടിക്കണക്കിന് കാശ് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ കിടന്നോ? ചത്ത് കിടന്നോ? ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. 14-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച. അപ്പൊ ക്രമം തെറ്റിയുള്ള ജീവിതത്തിനകത്ത് കിടന്ന ആ അവസ്ഥയെ ദൈവം അങ്ങ് ക്ഷമിച്ചതാണ്. അത് നമ്മുടെ ഗുഡ് ഡീഡ്സ് കൊണ്ടിട്ടൊന്നുമല്ല, നമ്മുടെ നല്ല മനസ്സോ നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ടിട്ടൊന്നുമല്ല. ദൈവം അങ്ങ് ക്ഷമിച്ചതാ. സോ അതിക്രമങ്ങളിൽ കിടന്ന ആ ഒരു അവസ്ഥയെ, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. എന്താ ഈ കൈയെഴുത്ത്? മോശ എഴുതിയില്ലേ കൈ കൊണ്ട്?
ദൈവം പറഞ്ഞിട്ട് എഴുതിയില്ലേ കൈകൊണ്ട്? തിരുവെഴുത്തുകൾ, കൽപ്പനകൾ, ന്യായപ്രമാണങ്ങൾ, ഇതായി കൈയെഴുത്ത്. ചുരുളുകൾ, അന്നത്തെ കോണ്ടസ്റ്റിൽ ചുരുളുകൾ, ഇന്നത്തെ കോണ്ടസ്റ്റിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ ബൈബിൾ. സോ ഈ നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചിട്ട് അതിനെ അവൻ ക്രൂശിൽ തറച്ച്, എന്താ ഈ ക്രൂശ്? അതും ആക്ഷരികമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സാധനമല്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലൈവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൂശ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഞാനിത് റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം പോരാ. സോ ഇതല്ല ക്രൂശ്. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് ഒന്ന് കാണുക. ഞാനത് യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ഈ ക്രൂശിലല്ല, ഇന്നലെ ഞാൻ പറഞ്ഞിരിക്കുന്ന ലൈവിൽ പറഞ്ഞിരിക്കുന്ന ക്രൂശിനകത്ത് ഈ ന്യായപ്രമാണ വ്യവസ്ഥയെ, ഈ ന്യായപ്രമാണത്തെ, കൽപ്പനകളെ, തിരുവെഴുത്തുകളെ തറച്ചിട്ട് അതിനെല്ലാം മാച്ചിട്ട് എന്ത് ചെയ്തു? അതെല്ലാം നമ്മുടെ നടുവിൽ നിന്ന് മാറ്റി കളഞ്ഞു. ന്യായപ്രമാണം ഇനിയില്ല, തിരുവെഴുത്തുകൾ ഇനിയില്ല, പ്രവചനങ്ങൾ ഇനിയില്ല, ലിഖിതങ്ങൾ ഇനി വേണ്ട, ആത്മാവിലുള്ള ജീവിതം ഇനി വേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്തു? സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. എന്താ ഈ അധികാരങ്ങളും വാഴ്ചകളും? പുരോഹിതൻ, മഹാപുരോഹിതൻ, ലേവ്യൻ, യഹൂദ്യൻ, ഇങ്ങനെയുള്ള അധികാരങ്ങൾ. കാരണം ഇവരുടെ കയ്യിലാണ് ദേവാലയം, ഇവരുടെ കയ്യിലാണ് ഉത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും. ഇവര് പറയുന്നത് പോലെ അവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ജീസസ് പോലും അവരുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കേണ്ടി വന്നു. റൈറ്റ്? സോ ഈ അധികാരത്തെ, ഈ വാഴ്ചകളെ അതിന്റെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. സോ പുരോഹിതരെയും മഹാപുരോഹിതരെയും അവരുടെ തത്വസംഹിതകളെയും അവരുടെ ഡോക്ടറിൻസിനെയും അവരുടെ അധികാരത്തെയും എല്ലാം താറുമാറാക്കിയിട്ട് ഇന്ന് എവിടെ ജെറുസലേം ദേവാലയം, ഇന്ന് എവിടെ യാഗങ്ങൾ, ഇന്ന് എവിടെ പൗരോഹിത്യം? ആ ജീസസ് പൊളിച്ചു കളഞ്ഞതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് റോമൻ കാത്തലിക്, CSI, മാർത്തോമ, പെന്തിക്കോസ്, ഡ്യൂപ്ലിക്കേറ്റ്. അന്ന് കർത്താവ് പൊളിച്ചതിന്റെ മാനുഷിക പ്രതിബിംബങ്ങൾ. സോ പൊളിച്ചതിനെ വീണ്ടും മനുഷ്യൻ ഉണ്ടാക്കി വെച്ച് അതിന്റെ മുകളിൽ അടയിരിക്കുക. സോ ഇതിനെല്ലാം ദൈവം ഒരിക്കൽ പൊളിച്ച് അധികാരത്തെയും വാഴ്ചകളെല്ലാം നശിപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇനി നിങ്ങൾ വീണ്ടും അതിന്റെ അകത്ത് അടിമത്വത്തിൽ ഇരിക്കരുതെന്ന് ഈ പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെയാണ് ഉയർപ്പിച്ചതെന്ന് മനസ്സിലായോ? തിരുവെഴുത്തുകളെ മാറ്റിയെന്ന്, ന്യായപ്രമാണത്തെ മാറ്റിയെന്ന്, ചട്ടങ്ങളെ മാറ്റിയെന്ന്, ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം പിതാവ് നിങ്ങളെ വേറൊരു ഹയർ ഉള്ളത്തിനകത്ത് ഇരുത്തിയിരിക്കുക. അവിടെ ഇരിക്കാതെ കണ്ട അണ്ടന്റെയും അടകോടന്റെയും താഴെ കിടന്ന് ദാസപ്പണി എടുക്കാനല്ല പിതാവ് ദൈവം ആഗ്രഹിക്കുന്നത്. സോ ഇതാണ് ഉയർപ്പിന്റെ അനുഭവം. ദാസ്യത്വത്തിൽ നിന്ന് പുത്രത്വത്തിനകത്തേക്ക്, അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനകത്തേക്ക്. ഈ ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കുകയും ഈ ട്രൂത്തിനെ അംഗീകരിക്കുകയും അത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ മാറ്റുകയും ചെയ്യുവാൻ തക്കവണ്ണം പിതാവാം ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹാപ്പി റിസറക്ഷൻ ഡേ.